പോയി കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള വേദന പറയുന്ന ഒരുപാട് പേരുണ്ട്. മലം പോയി കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള പുകച്ചിൽ, നീറ്റൽ, കുറേ സമയത്തേക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അതല്ലെങ്കിൽ ഫിഷർ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ബ്ലീഡിങ്, അതല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചെറിയ ചൊറിച്ചിൽ, അതല്ലെങ്കിൽ ആ ഭാഗത്ത് ചെറിയ തടിപ്പായിട്ട് സ്കിൻ ടാഗ് എന്നാണ് പറയാറുള്ളത്, ഇങ്ങനെ തടിപ്പായിട്ടും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഫിഷർ വരുമ്പോൾ പല ആളുകളും ഇത് പൈൽസ് ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പലപ്പോഴും മലം പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് ഈ ഫിഷർ രോഗം വരുന്നത്. മലം നല്ല ടൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴാണ് മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് മലം ലൂസ് ആവാനുള്ള മെഡിസിൻ കഴിക്കും. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാറില്ല. എന്നാൽ ഭാവിയിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ അവർ ഡോക്ടറെ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ, ഫിഷർ രോഗമുള്ള ആളുകളിൽ പെട്ടെന്ന് വേദന കുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫിഷർ രോഗികൾ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഫിഷർ ഉള്ള ആളുകളിൽ ഫിസ്റ്റുല വരാൻ കാരണമാകാറുണ്ടോ, അതുപോലെ പൈൽസ് ഫിഷറും ഒരുമിച്ച് വരാറുണ്ടോ, ഈ പൈൽസ് എന്ന് പറയുന്നത് പിന്നീട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. ഫിഷർ രോഗം എന്ന് പറയുന്നത് കഠിനമായിട്ട് വേദന വരുന്ന ഒരു രോഗമാണ്. പല ആളുകളും പറയാറുണ്ട് പ്രസവ വേദനയേക്കാൾ കൂടുതൽ വേദനയാണ് ഇതെന്ന്. കാരണം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് പ്രസവം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഡെലിവറി സമയത്ത്, അതല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്തൊക്കെയാണ് ഈ ഫിഷറിൻ്റെ ബുദ്ധിമുട്ട് വരാറുള്ളത്. കാരണം ഈ പ്രഗ്നൻസി സമയത്തൊക്കെ അവർക്ക് ഈ വയറിൻ്റെ കൂടുതൽ ഭാരം കാരണം, അതല്ലെങ്കിൽ ഈ വയറിങ്ങനെ ഉന്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് വരുന്ന മലബന്ധം കാരണം കൂടുതൽ സ്ത്രീകളിലും ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ഫിഷർ വരാറുണ്ട്. അതല്ലെങ്കിൽ ഡെലിവറി സമയത്ത് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുന്നത് കാരണം മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് മുറിവ് വരാറുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പല സ്ത്രീകളും വന്ന് പറയാറുണ്ട്, ഡോക്ടർ പ്രസവ വേദനയൊന്നും ഒന്നുമല്ല, ഈ ഒരു വേദന കാരണം ഇരിക്കാനോ നിൽക്കാനോ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും സ്ത്രീകളിൽ വരുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൂടുതലും ഈ ഒരു പ്രഗ്നൻസി സമയത്താണ്. അതുപോലെ തന്നെ പുരുഷന്മാരിലും ഒരുപോലെ കാണുന്ന ഒരു അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ കൂടുതൽ വരുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലിയൊക്കെ ഉള്ള ആളുകളിൽ മലബന്ധം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാം. അതല്ലെങ്കിൽ കൂടുതലും അവരുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ, പുറത്തുനിന്നുള്ള ഫുഡുകളും ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിലൊക്കെയാണ് ഈ ഫിഷർ രോഗം കണ്ടുവരാറുള്ളത്. ഈ ഫിഷർ രോഗികൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഡോക്ടർ ഈ പെട്ടെന്ന് വരുന്ന വേദന കുറയാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പെട്ടെന്ന് വേദന വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വട്ടത്തിലുള്ള പാത്രത്തിൽ അരഭാഗം ചൂടുവെള്ളം എടുത്ത് അതിൽ കല്ലുപ്പ് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് അതിലിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് നമ്മൾ സിറ്റ്സ് ബാത്ത് എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേദനയ്ക്ക് ഒരുപാട് ആശ്വാസം കിട്ടാറുണ്ട്. അപ്പോൾ അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വേദന വരാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ബാത്റൂമിൽ പോകാൻ പോലും പേടിയാണ്, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതിൻ്റെ വേദനയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പേടി കാരണം പലപ്പോഴും പല ആളുകളും ഈ മലം പിടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ കൂടുതലായിട്ട് മലം ടൈറ്റ് ആവുകയും പിന്നീട് പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷർ വരാനുള്ളൊരു പ്രധാന കാരണം നമ്മൾ പറഞ്ഞു മലബന്ധം തന്നെയാണ്. മലം ടൈറ്റിൽ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയിട്ട് മുറിവ് വരുന്നത്. എന്നാൽ മലബന്ധമുള്ള ആളുകൾ മാത്രമല്ല, മലം ലൂസായിട്ട് പോകുന്ന, ഒരുപാട് തവണ ലൂസായിട്ട് പോകുന്ന ആളുകളുണ്ട്. അതായത് IBS എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. നമ്മുടെ കുടലിൽ വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ കുടലിലുണ്ടാവുന്ന അൾസർ, പുണ്ണുകൊണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് ബാത്റൂമിൽ പോകുന്ന ആളുകളുണ്ട്. അതായത് ഡെയിലി ഒരു 10-20 പ്രാവശ്യം പോകുന്ന ആളുകളുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഡെയിലി ഒരു 8-10 പ്രാവശ്യമൊക്കെ ബാത്റൂമിൽ പോകുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ചെറിയ നീർക്കെട്ടൊക്കെ ആണെങ്കിലും 3-4 പ്രാവശ്യം നമുക്ക് ലൂസായിട്ട് പോകുമ്പോൾ അവിടെ പൊട്ടിയിട്ട് ഇതുപോലെ സ്ക്രാച്ച്, ഫിഷർ വരാറുണ്ട്. അതുപോലെ തന്നെ ടൈറ്റ് ആവുന്ന ആളുകളിലുമാണ് വരുന്നത്. അപ്പോൾ മലബന്ധം വരാതെ നോക്കുക എന്നുള്ളതാണ് ഫിഷർ രോഗികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മലബന്ധം വരാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. എന്നാൽ ഈ മലബന്ധം നമുക്ക് ഭക്ഷണത്തിലൂടെ മാത്രമാണോ വരുന്നത്? കാരണം പല ആളുകളും പറയാറുണ്ട്, ഡോക്ടറെ ഭക്ഷണമൊക്കെ എത്ര കൺട്രോൾ ആക്കിയിട്ട് എത്ര പച്ചക്കറി കഴിച്ചിട്ടും കാര്യമില്ല, മലം പോകുന്നില്ല എന്നുള്ളത് പറയാറുണ്ട്. എന്നാൽ മലബന്ധം അങ്ങനെയുള്ള ആളുകളിൽ മലബന്ധം വരാൻ മറ്റ് പല കാരണങ്ങളും ആവാം. ഭക്ഷണത്തിലൂടെ മാത്രമല്ല നമുക്ക് മലബന്ധം വരുന്നത്. മലബന്ധം നമുക്ക് തൈറോയ്ഡ് രോഗികൾ സ്ഥിരമായിട്ട് മലബന്ധം കാണാറുണ്ട്. അതുപോലെ തന്നെ IBS പോലെ നേരത്തെ പറഞ്ഞു കുടലിലുള്ള നീർക്കെട്ട് അല്ലെങ്കിൽ അൾസർ, പുണ്ണൊക്കെ ഉള്ള ആളുകളിൽ മലബന്ധം വയറിളക്കം മാറി മാറി വരാറുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്. അങ്ങനെയുള്ളവരിൽ മലബന്ധം ഒഴിയുമ്പോൾ തന്നെ നമുക്ക് ഫിഷറിൻ്റെ രോഗം പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും. പലപ്പോഴും ആളുകൾ ഇങ്ങനെ ഫിഷർ രോഗം വരുമ്പോൾ മലബന്ധം കുറക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുക. പല ആളുകളും മലബന്ധം കുറക്കാൻ വേണ്ടി മെഡിസിൻസ് സ്ഥിരമായിട്ട് എടുക്കും. മലം ലൂസായിട്ട് പോവാനുള്ള ലാക്സേറ്റീവ്സൊക്കെ വയറിളക്കാനുള്ള മെഡിസിൻസ് യൂസ് ചെയ്യും. എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ വയറിളക്കുന്ന മെഡിസിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ നമുക്കത് ബുദ്ധിമുട്ട് വരും. കാരണം പിന്നീട് നമുക്ക് ആ മെഡിസിൻ ഇല്ലാതെ പോവാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മലബന്ധമുള്ള ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ മലബന്ധം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ രക്തോട്ടം കുറയാനും ആ ഭാഗത്ത് തടിപ്പുകൾ വരാനും പൈൽസ് പോലെ അസുഖങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തടിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലബന്ധത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നമുക്ക് മണിക്കൂറുകളോളം ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് നടക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഡെയിലി അവർ എക്സസൈസ് എന്തെങ്കിലും മോർണിംഗ് ചെയ്യുന്നതും നല്ലതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ മലബന്ധം മാറുകയും ചെയ്യും. എന്നാൽ ഫുഡിലൂടെ വരുന്ന മലബന്ധമാണെങ്കിൽ, അതായത് കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ, മൈദയുടെ ഐറ്റംസുകൾ, ഫൈബറുകൾ തീരെ ഇല്ലാത്ത ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ മലബന്ധം വരാം. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കേണ്ടത്, അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടതൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്. എന്നാൽ ഫുഡൊക്കെ കൺട്രോൾ ആക്കിയിട്ട് ഈ മലബന്ധം മാറുന്നില്ലെങ്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, നേരത്തെ പറഞ്ഞു ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മലബന്ധം മാറുകയും അതിൻ്റെ കൂടെ ഫിഷർ രോഗം മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വെറുതെ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ കഴിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ നമ്മൾ തൈറോയ്ഡിന് അസുഖത്തിന് ചികിത്സ എടുത്താൽ മാത്രമേ മലബന്ധം മാറുകയുള്ളൂ. അതുപോലെ തന്നെ മലബന്ധം വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പല ശീലങ്ങളുമാണ്. അതായത് കൂടുതലായിട്ട് പിടിച്ചു വെക്കുന്ന, മലം പോകാൻ തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്. അവരുടെ തിരക്ക് കാരണം, ജോലി തിരക്ക് കാരണമാവാം, അല്ലെങ്കിൽ രാവിലെ കോളേജിലൊക്കെ പോകാനുള്ള തിരക്ക് കാരണമാവാം. അവർ പലപ്പോഴും ഇത് മാറ്റി വെക്കാറുണ്ട്, പിന്നീടാവാം എന്ന് വെക്കാറുണ്ട്. ഇങ്ങനെ വെക്കുമ്പോഴും നമുക്ക് മലബന്ധം വരാം. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ മലം കൂടുതൽ ടൈം നമ്മുടെ വൻകുടലിൽ കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് ഡ്രൈ ആവുകയും പിന്നീട് പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ അത് ആദ്യം മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സ്വഭാവമുള്ള ആളുകളുണ്ട്, കൂടുതൽ സമയം ടോയ്ലറ്റിലിരിക്കുന്ന ആളുകൾ. പിന്നെ കൂടുതൽ സമയം ടോയ്ലറ്റിലിരിക്കുക, പോകാനില്ലെങ്കിൽ പോലും കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് മലം കളയുക, ഇങ്ങനെയുള്ള ആളുകളിലും ഇതുപോലെ ഫിഷർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. പല ആളുകളും ചോദിക്കാറുണ്ട്, എപ്പോഴും നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണല്ലോ കഴിക്കേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. പച്ചക്കറികളൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ട് പോകുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ പച്ചക്കറികളിൽ മാത്രമല്ല, കൂടുതലായിട്ട് മില്ലറ്റ്സുകളിൽ, അതായത് ഈ ഓട്സിൽ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാഗി, മില്ലറ്റ്സ് പോലെയുള്ള ഫുഡുകളിലൊക്കെ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതും നല്ലതാണ്. കൂടുതലായിട്ട് മുട്ട, പാല് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ റെഡ് മീറ്റുകൾക്ക് പകരം വൈറ്റ് മീറ്റ്, ചിക്കൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചിക്കൻ, മുട്ടയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും വേണം. കാരണം ചിക്കന്, മുട്ടയൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾ നമ്മുടെ ബോഡി ഹീറ്റ് ആവാനും ഇത് ഫിഷർ, പൈൽസ് പോലെ രോഗങ്ങളൊക്കെ കൂടുതലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ആക്കുന്നതാണ്, പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല, പക്ഷെ കൺട്രോൾ ആക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 to 6 months ആണ് നമ്മൾ ഇതിന് ചികിത്സ പറയുന്നത്. സർജറി ഇല്ലാതെ തന്നെ, നമുക്ക് സർജറി ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഈ ഫിഷർ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് അവർക്ക് മെഡിസിൻ, ഈ മുറിവ് ഉണങ്ങാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. അത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, എക്സസൈസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ ചികിത്സയും കൂടെ ആകുമ്പോൾ ഒരു 3 മാസം മുതൽ 6 മാസം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം വേദന വരുന്ന സമയത്ത് സിറ്റ്സ് ബാത്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും പല ആളുകളും ഇത് പുറത്ത് പറയാനുള്ളൊരു മടി കാരണം പല ആളുകളും ഇതിന് പ്രത്യേകിച്ച് ചികിത്സ എടുക്കില്ല. കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും അവർ ഡോക്ടറെ പോയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിഷറുള്ള ആളുകളിൽ ബ്ലീഡിങ്ങും കണ്ടുവരാറുണ്ട്. കാരണം ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ആ മുറിവിൽ നിന്ന് വരുന്ന ബ്ലഡാണ്.
കൂടുതലും മലത്തിൽ ഒരു വര പോലെ കാണുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഉറ്റിയിട്ട് പോവുക, ഇങ്ങനെയാണ് ഫിഷറിൻ്റെ ബ്ലീഡിങ് കണ്ടുവരാറുള്ളത്. എന്നാൽ പൈൽസിനാണെങ്കിൽ കൂടുതൽ ബ്ലീഡിങ് വരുന്നത് കൂടുതൽ ഉറ്റിയിട്ടോ അതല്ലെങ്കിൽ തെറിച്ച് പോകുന്ന രീതിയിലൊക്കെയാണ് പൈൽസിന് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. കാരണം പൈൽസ് എന്ന് പറയുന്നത് നരമ്പുകൾ തടിക്കുന്നതാണ്. അപ്പോൾ ഈ നരമ്പുകൾ പൊട്ടിയിട്ടാണ് ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ കൂടുതലും ചീറ്റി പോകുന്ന രീതിയിലാണ് ബ്ലഡ് വരാറുള്ളത്. പലപ്പോഴും ഇങ്ങനെ ബ്ലഡ് വരുമ്പോൾ പല ആളുകളും സംശയിക്കാറുണ്ട്, ഇത് ക്യാൻസർ എന്തെങ്കിലും ആണോ അതോ ഇത് വേറെ എന്തെങ്കിലും അസുഖങ്ങളാണോ എന്നുള്ളത് സംശയിക്കാറുണ്ട്. എന്നാൽ പൈൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്യാൻസറിലോട്ട് പോകുന്ന ഒരു അസുഖമല്ല. എന്നാൽ ക്യാൻസർ വരുന്ന മലാശയ ക്യാൻസറിലും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ഒരിക്കലും പൈൽസ് ഉള്ള ആളുകളിൽ പിന്നീട് ആ തടിപ്പുകൾ ക്യാൻസറായിട്ട് മാറില്ല. കാരണം പൈൽസ് എന്ന് പറയുന്ന നരമ്പുകൾ തടിക്കുന്ന ഒരു അസുഖമാണ്. എന്നാൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ട്, മെഡിസിൻ ഒന്നും എടുത്തിട്ട് അത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്താലാണ് കറക്റ്റ് നമ്മളത് പൈൽസ് കൊണ്ടാണോ അതെങ്കിൽ മലാശയത്തിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ബ്ലീഡിങ് ഒരു മാസം മെഡിസിൻ എടുത്തിട്ട് കുറയുന്നില്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ മലാശയ ക്യാൻസർ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു 3 to 6 months മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പൈൽസ്, ഫിഷർ പോലെ അസുഖങ്ങളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിഷർ രോഗമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആരും ഇത് മടിക്കേണ്ടതില്ല. കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുകയാണ് ഇതിന് വേണ്ടത്. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ 1-2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ വേദന മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ നമുക്കതിൻ്റെ മുറിവ് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. അതിന് നമ്മൾ 3 to 6 months കഴിക്കണമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചികിത്സ എടുക്കാം. അതല്ലെങ്കിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ മെഡിസിൻ കൊറിയറായിട്ട് വീട്ടിലേക്ക് എത്തിച്ച് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്.